ശ്രീമതി സിമി റോസ്ബെൽ ജോൺ, നോക്കൂ, പരാതിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, അതിൻ്റെ സാങ്കേതികത്വം, അതിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷേ താങ്കളെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇനി താങ്കൾക്ക് ഇന്നലെ അടക്കം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് സൂചിപ്പിച്ച ചില സ്കൂട്ടർ വിഷയവും പിരിവും ഒക്കെ അടക്കം പല കാര്യങ്ങളും, കോൺഗ്രസിനുള്ളിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തുറന്നു പറയൂ കൂടുതലായി. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പാർട്ടിയിൽ ഒരു അച്ചടക്ക സമിതി ഉണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായിട്ടുള്ള ഒരു അധ്യക്ഷ സമിതിയുണ്ട്. ആ അധ്യക്ഷ സമിതി എവിടെ പോയി? എന്താണ് കാരണം? കാരണം വേണമല്ലോ. എന്ത് കാര്യത്തിനും തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ എന്താണ് അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിക്കുന്ന പോലെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്നോട് ചോദിക്കേണ്ട ഒരു ധാർമ്മികത KPCC പ്രസിഡന്റിനില്ലേ? അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിൽ എലാനങ്ങിയാൽ പേടിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ടാണോ എന്നറിയില്ല എന്നോട് ചോദിക്കാതിരുന്നത്. അപ്പോൾ ഈ അച്ചടക്ക സമിതി എവിടെ പോയി? ആരാണ് അച്ചടക്കം കാണിച്ചത്? ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്ത VVPAT മെഷീൻ്റെ സ്ക്രീനിങ് ഷോട്ട് എടുത്തിട്ട് മറ്റേ ഇടതുപക്ഷത്തിൻ്റെ കൺവീനറായിരുന്ന ശ്രീ ജയരാജൻ സാറിന് അയച്ചു കൊടുത്തിട്ട്, അതിൻ്റെ കോപ്പി ദല്ലാൽ നന്ദകുമാറിന് അയച്ചു കൊടുത്തിട്ട്, ഈ ഇത്രയും വലിയ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ഒരാളെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് ഉമാ തോമസ് MLA എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിനെ ഇവരെല്ലാവരും ഇത്ര ചേർത്ത് പിടിക്കാൻ മാത്രം ഇവരിത്ര വലിയൊരു റാക്കറ്റിൻ്റെ ഉടമയാണോ? ഇവർക്ക് ഇത്രയും വലിയൊരു പവറുണ്ടോ? ഞാൻ ഞെട്ടുകയാണ്. കാരണം ഇവരെ പണ്ട് ഈ പനമ്പളിനാറിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്ത് 6 വോട്ടാണ് 23 വോട്ടാണെന്ന് കണക്കെടുക്കണം. അന്ന് മത്സരിച്ച് തോറ്റിട്ട് ഇവരെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം 1 വോട്ടിന് പോയതാണ്. കാരണം N വേണുഗോപാൽ മേയർ ആവരുതെന്നുള്ളത് VD സതീശൻ എന്ന അന്ന് തേരാപ്പാറ നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റായിരുന്നു N വേണുഗോപാൽ. കാരണം N വേണുഗോപാൽ പവർഫുള്ളായിരുന്നു. അപ്പോൾ ഈ VD സതീശന് DCCയുടെ പരിസരത്ത് കയറ്റൂലായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊച്ചി മേയർ ആവാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം തന്നെയാണ് അന്ന് റിബലായിട്ട് മത്സരിപ്പിച്ചത്. അദ്ദേഹം ഒരൊറ്റ വോട്ടിനാണ് മേയർ ആവാതെ പോയത്. അപ്പോൾ ഇത്രയും വലിയ ചാണക്യ ബുദ്ധിയും തന്ത്രവും തേരാപ്പാറ നടന്ന കാലത്ത് ഒരു സ്കൂട്ടർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നടന്നിരുന്ന കാലമുണ്ട്. ആ ജോജോ പനക്കൽ ആണ് വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടി 10-20 മിനിറ്റ് ആ സ്കൂട്ടർ ഇങ്ങനെ ചവിട്ടി ഇതാക്കുന്നത്. അതെല്ലാ കോൺഗ്രസ്സുകാർക്കും ആ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ദുർബലയും വിധവയും നിരാലംബയുമായ ഒരു വനിതയ്ക്കെതിരെ വാളോങ്ങിക്കൊണ്ട് ഇന്ന് News 18-ലെ അതിൻ്റെ അടുത്ത് അപർണ പറഞ്ഞ കോള് എൻ്റെ മൊബൈലിലുണ്ട്, എൻ്റെ കോൾ റെക്കോർഡിലുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല. അത്രമേൽ സമ്മർദ്ദമാണ് VD സതീശൻ ചെലുത്തിയിരിക്കുന്നത്. എന്തിനാണ് VD സതീശൻ ഒരു സമ്മർദ്ദവും ഇവിടെയില്ല? താങ്കൾക്ക് തുറന്നു പറയാം. VD സതീശനടക്കം ശ്രീമതി റോസ്ബെൽ ജോൺ, ഒരു സമ്മർദ്ദവും ഇവിടെയില്ല. ആ ഇന്റർവ്യൂ കൈരളി ന്യൂസിന് ഒരു സമ്മർദ്ദവുമില്ല. കൃത്യമായി താങ്കൾ പറയുന്നതൊക്കെ കൊടുക്കും. എന്തൊക്കെയാണ് VD സതീശനെതിരായ താങ്കളുടെ ആരോപണങ്ങൾ? എന്തൊക്കെയാണ് കൂടുതലായുള്ള? ഞാനിപ്പോൾ ലൈവിൽ പറഞ്ഞ ആരോപണങ്ങളൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങളത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തോന്ന് എനിക്ക് അറിയാൻ മനസ്സിലായി. അപ്പം ഇതെന്താണ് 2 നീതി? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു എനിക്കെല്ലാം കിട്ടിയെന്ന്. എൻ്റെ കൂടെ PSC മെമ്പറായിരുന്ന 2 പേര് ഇപ്പോഴും KPCC ഭാരവാഹികളായിട്ടുണ്ട്. എൻ്റെ കൂടെ എനിക്ക് മുമ്പ് PSC മെമ്പറായിരുന്ന വിജയലക്ഷ്മി ടീച്ചർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും അദ്ദേഹത്തിന് വിഷമം. ഇനി കൂടുതലായുള്ള കാര്യങ്ങൾ, അതായത് ഇന്നലെ താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്ത്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഇന്നലെ പറഞ്ഞു നിർത്തിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പരാതി പറയാം പല കാര്യങ്ങളും എന്നോട് മാത്രമല്ല അങ്ങനെ അതൊരു രാഷ്ട്രീയ മാന്യതയല്ലല്ലോ. അവരുടെ പെർമിഷനും കൂടി എനിക്ക് വേണമല്ലോ. അവർ പറഞ്ഞു. പക്ഷെ ആ തെളിവുകളൊക്കെ ഞാൻ എത്തേണ്ടടുത്ത് വ്യക്തികളുടെ പേര് എല്ലാവരും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന AK ആന്റണീനെ നിരംപലിശാക്കി ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം തെറിപ്പിച്ച് അദ്ദേഹത്തിനെ MLA ആക്കിയ ഗുരുനാഥൻ രമേശ് ചെന്നിത്തലയെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയ എന്താ പറയുക പൊളിറ്റിക്കൽ ജയൻ്റാണ് അദ്ദേഹം. എന്നെ റോട്ടിലിട്ട് തീർക്കോ, വണ്ടി ഇടിപ്പിച്ച് കൊല്ലോ,
എങ്ങനെയാണ് എൻ്റെ മരണം എന്ന് ദൈവത്തിന് മാത്രം അറിയാം. എൻ്റെ ഭർത്താവ് പാവം മരിച്ചുപോയ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എത്താറായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഇന്ന് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചത്. പിന്നെ ഇരകളുടെ പെർമിഷൻ ഇല്ലാതെ എനിക്കത് പുറത്ത് വിടാനായിട്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതെ 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 അതെ. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞു പോരാ, ഒരു കാരണവും ഇല്ലാതെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ CPM-നോട് ഗൂഢാലോചന ചെയ്തെന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് സതീശൻ അങ്ങനെ പറഞ്ഞു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ CPM-ൻ്റെ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഇവിടെ കുറച്ച് ദൂരെയായിരുന്നു, ഞാൻ വേറൊരു ഡിസ്ട്രിക്റ്റിലായിരുന്നു. അപ്പം ഞങ്ങൾ കാർ ഓടിച്ച് ഇവിടെ എത്തി, ഇപ്പം ലേറ്റായി പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്കാണ് ഞാനിതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലായില്ല. കാരണം ഞാൻ മഹിളാ കോൺഗ്രസ്സിൽ 7 ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫ്ലോ വിട്ടു. ഞാൻ 7 കൊല്ലം മുമ്പ് ഈ മഹിളാ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത് വന്നതാണോ? അല്ലല്ലോ. മഹിളാ കോൺഗ്രസ്സിൽ വന്നതാണോ? അല്ലല്ലോ. ഞാൻ ഈ പാർട്ടിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരാളല്ലേ. ഇവർക്കൊക്കെ താലത്തിൽ രാജ്യസഭാ സീറ്റ്, താലത്തിൽ ചിന്തൻ ശിബിരത്തിൽ പറയുന്ന ഒരാൾക്ക് ഒരു പോസ്റ്റ് എന്നാ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, പിന്നെ പല എന്താ പറയുക, യൂത്ത് കോൺഗ്രസ്സിൽ ഒറ്റ വോട്ട് കിട്ടിയതുകൊണ്ട് അഖിലേന്ത്യാ നേതാവ്. അങ്ങനെ ചിലരോട് മാത്രം ഭയങ്കര പ്രീതിയും സ്നേഹവും അർപ്പണബോധവും എന്താ പറയുക നെഞ്ചോട് ചേർക്കലും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ പുറത്താക്കിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കൊരു ഇതും തരാതെ നിന്നിട്ടും ഞാൻ നിശബ്ദയായി നിന്നതാണോ? ഞാൻ ഈ പാർട്ടി വിട്ട് എനിക്ക് 5 വർഷം എനിക്കൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാറിൽ നടക്കാനുള്ള അതിനുള്ള കഴിവും കാര്യപ്രാപ്തിയും തരാനുള്ള ആളുകളുമുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഞാൻ ഈ പാർട്ടിയെ സ്നേഹിച്ചു. എനിക്കൊരു പോസ്റ്റിനേക്കാൾ ഒരു ഭരണഘടനാ പദവിയിലിരുന്ന് എനിക്ക് അതിനേക്കാൾ വലിയൊരു പദവി കിട്ടുമായിരിക്കും. പക്ഷേ ഈ പാർട്ടിയെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറയണം. ഞാൻ ചെയ്ത തെറ്റെന്താണ്? തെറ്റുകാരെല്ലാം ഇവിടെ കിടന്ന് വെലസുവാണ്. തെറ്റുകാർ അതായത് കുറ്റം ആരോപിക്കുന്ന ആള് കുറ്റക്കാരിയാണോ? ഇത് എവിടത്തെ നിയമം? ഇത് എവിടത്തെ നീതി? ഇതെന്താണിത്? ഞാൻ KPCC ഓഫീസിൽ പോയി തല മുണ്ടനം ചെയ്യുന്നവരെ പേടിച്ചിട്ടാണോ? പൊട്ടിക്കരയുന്ന പേടിച്ചിട്ടാണോ? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ തീയിൽ കുരുത്തതാണ്. സതീശനെ പോലെ സെക്രട്ടറിയായിട്ട് മേളിന്ന്, ജെബി മേത്ര പോലെ മേളിന്ന് പേയ്മെൻറ്റ് സീറ്റിലൂടെ ഒന്നും വന്നതല്ല. പ്യോർലി മെറിറ്റിൽ വന്ന് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ എല്ലാവരും അടക്കി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പുറത്ത് പറയാൻ ചങ്കൂറ്റം കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഈ വടക്കംപറവൂരിൽ ആരോട് ചോദിച്ചാലും പറയും, N. വേണുഗോപാലോട് ചോദിച്ചാൽ പറയും, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മണി ചെയിൻ ആളെ ചേർക്കാൻ നടന്നാണ്. അത് കഴിഞ്ഞ് ആ പൈസയും കൊണ്ട് മുങ്ങി. ഞാൻ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ആ ഫോം ഉണ്ട്, ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. കാരണം ഞാൻ കുറേ പഴയ ഫയൽസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മുറി അടച്ചിട്ടേക്കുവാണ്. ഓക്കെ. അതുകൊണ്ട് എന്നെ ഇവരുടെ ഒന്നും ചരിത്രം പഠിപ്പിക്കണ്ട, മനസ്സിലായോ? എന്നെ ചരിത്രം പഠിപ്പിക്കേണ്ട ഇവരുടെ ഒന്നും. പിന്നെ പേഴ്സണൽ കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പോയാൽ അത് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കുടുംബങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ കാരണം ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു കുടുംബവും തകരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല, ഈ വി ഡി സതീശന്റെ പ്രീതിപ്പെടുത്താത്തതിനാൽ ഗുഡ് ബുക്കിൽ വിടാനാകാത്ത ഒരു സാഹചര്യം കോൺഗ്രസിലുണ്ടോ? ഈ വ്യക്തികളുടെ ഒന്നും പേര് പറയാതെ അതെങ്ങനെയാണ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയാൽ എങ്ങനെയാണ് അത് സ്ഥാനമാനങ്ങൾ നൽകുന്നത്? ഏതൊക്കെയാണ് അതിനുള്ള ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടോ? അതടക്കം താങ്കൾ പറയാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ താങ്കളെന്ന് പറയും. അല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഈ ദീപ്തിനെ പുറത്താക്കിയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തല്ലോ. അത് എന്തിൻ്റെ പേരിലായിരുന്നു? അഖിലേന്ത്യാ സെക്രട്ടറി എന്തോ പോസ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അത് എന്തിൻ്റെ പേരിലായിരുന്നു? അവർ കുറ്റം ചെയ്തിട്ടാണ് അവർ റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ റിബലായിട്ട് മത്സരിച്ചിട്ടില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഉമാ തോമസ് എന്നോട് പറഞ്ഞ സങ്കടം ഞാനന്ന് പങ്കുവെച്ചതാണ്. അത് വലിയ തെറ്റാണോ? ദല്ലാൽ നന്ദകുമാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ജയരാജൻ സാറ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതൊക്കെ വലിയ തെളിവുകളല്ലേ? നിങ്ങളെല്ലാം ഇത്
ടെലികാസ്റ്റ് ചെയ്തപ്പോൾ കണ്ടതല്ലേ? പാർട്ടി വിരുദ്ധം നടത്തിയത് ഞാനാണോ ദീപ്തി മേരി വർഗീസ് ആണോ? ശ്രീകുമാർ മറുപടി പറയണം. എന്താ അവരെ തൊടാൻ പേടിയാണോ? അവരുടെ രോമത്തിൽ തൊട്ടാലേ VD സതീശന് പൊള്ളും. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മാന്യതയ്ക്കും ഒരു പരിധിയുണ്ട് സതീശ.